കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്ത് സ്ഥാപിച്ച ഡിവൈഡറുകൾ അപകട ഭീഷണിയാകുന്നു. നിരവധി പരാതികൾ ലഭിച്ചിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. എന്നാൽ പരാതി പൂർണ്ണമായി തള്ളുകയാണ് പെരുവയൽ പഞ്ചായത്ത്. കുറ്റിക്കാട്ടൂർ അങ്ങാടിയിൽ ഗതാഗതക്കുരുക്ക് പതിവായതോടെയാണ് 4ഇടത്തായി വെവ്വേറെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ഇതോടെ ഗതാഗതക്കുരുക്ക് ഒരു പരിധിവരെ ഒഴിഞ്ഞെങ്കിലും റോഡിലെ ഡിവൈഡറുകൾ തലവേദനയാവുകയാണ്. അങ്ങാടിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ബസ് ബേക്ക് വേണ്ടി ഡിവൈഡറുകൾ സ്ഥാപിച്ചത്. ഇതോടെ അപകടങ്ങൾ പതിവായി. ഞാനൊരു ദിവസം ഒരു സ്ത്രീ സാധനം വാങ്ങി പുറത്തോട്ട് ഇറങ്ങുന്നത് വണ്ടിന്റെ മുമ്പിലോട്ടാണ്. അങ്ങനെ ഡെയിലി അപകടങ്ങളാണ്. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു പാസഞ്ചറായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ ഡിവൈഡർ കാണുന്നത്. ഈ ഡിവൈഡർ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ വെട്ടിച്ച സമയത്ത് എന്താ വെച്ചാൽ നേരെ പോയിട്ട് അവിടെ പോയി മറിഞ്ഞു വീഴുകയുണ്ടായത്. നിലവിലുള്ള ബസ് ബേക്ക് പകരം റോട്ടിൽ നിന്ന് അല്പം മാറി വലിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ പരാതി പൂർണ്ണമായി തള്ളിയ പെരുവയൽ പഞ്ചായത്ത് ആക്ഷേപം ചുരുക്കം ചിലർക്ക് മാത്രമാണെന്ന് പ്രതികരിച്ചു. പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പം നിലവിലിപ്പോൾ ഒരു 1.5-2 മാസത്തോളമായിട്ട് ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ട് അപ്പോൾ നിലവിൽ കുറ്റിക്കാട്ടൂരുള്ള ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായിട്ടുണ്ട്. ഒരു ബ്ലോക്കും നിലവിലില്ല. ഇപ്പം ബസ്സോ അല്ല വാഹനങ്ങളോ അങ്ങനെ ഒരു ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇത് വലിയ ഒരു ഉപകാരമായിട്ട് മാറിയിട്ടുണ്ട്. ഈ വർഷം ജനുവരിയിലാണ് പോലീസും പെരുവയൽ പഞ്ചായത്തും ചേർന്ന് ഡിവൈഡറുകളും ബസ് ബേയും ഒരുക്കിയത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.